ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ രാവിലെ വർക്കിന് പോകുന്നതിന് മുമ്പ് ചെറിയൊരു വീഡിയോ. ഹലോ ശ്യാമള, എന്താ ചിന്താവിഷ്ടമായിട്ടിരിക്കുന്നു? അപ്പോൾ അതിനൊന്നും എണീച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ എന്തായാലും കുറച്ച് നേരത്തെ എണീച്ചു. നേരത്തെ അല്ല, എണീക്കലൊക്കെ എപ്പോൾ എണീച്ചാണ്, പക്ഷെ എന്നിട്ട് ഒന്നുകൂടി പിന്നെ കിടന്ന് രണ്ടാമത് വീണ്ടും എണീച്ചു. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. വർക്കിന് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് സമയമാണ്. അങ്ങനെ പിന്നെ ഇന്നലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമുണ്ട് കേട്ടോ. ഒരുപാട് വിഷമം ഉണ്ടാക്കി കളഞ്ഞ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഉരുൾപൊട്ടിയ സമയത്ത് ഒരു അച്ഛനും അമ്മയും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരു സുഹൃത്ത് ജീവിതം കൊടുത്തിട്ടുണ്ടായിരുന്നു, ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക്. അങ്ങനെ ആ ആള് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മരിച്ചു. മിനിഞ്ഞാന്നൊരു ആക്സിഡന്റ് ഉണ്ടാവുകയും അത് സംബന്ധമായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ICUലും വെന്റിലേറ്ററിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇന്നലെ ആള് മരിച്ചു എന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അന്നേരൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ എത്തിയപ്പോൾ ഏകദേശം 10:30 അത് കഴിഞ്ഞ് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേക്കൊക്കെ ഒരുപാട് ലേറ്റായി. അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് നേരത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ പറയല്ലേ, നിന്ന നെപ്പിൽ ജീവൻ പോയി പോവാണ്. എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവും. മിന്നുന്നല്ല പറയുന്നത്, എന്താ മിന്നുന്നല്ല ഈ എന്തോ പറഞ്ഞില്ല എന്നോട്? പിന്നെ ഇങ്ങനെ അവന് അറം പറ്റി അങ്ങനെ എന്തോ പറഞ്ഞില്ലേ? ഒരു ഇന്റർവ്യൂല് പറയുന്നില്ല, എന്തായാലും ഞാൻ മുകളിലാണ് പണിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വീണിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർക്ക് ആരും ഇല്ലാണ്ടാവാതെ ഒരു സർക്കാർ ജോലി, എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കണോ, സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കി കൊടുക്കണോ, ഒക്കെ ഉള്ളതായത് ഉണ്ടാക്കി കൊടുക്കണോ, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. എന്തായാലും പിന്നെ സുഹൃത്ത് മരണപ്പെട്ട് ഇന്നലെ ന്യൂസിലും കാര്യങ്ങളൊക്കെ അത് തന്നെയായിരുന്നു കേട്ടോ. മുഴുവനും റിംസ് ഹോസ്പിറ്റലിലായിരുന്നു, മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽസിലായിരുന്നു ആള് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വെന്റിലേറ്ററിൽ എന്താ പറയുക, ശ്വാസം പിടിച്ചു നിർത്തിയിരിക്കുക എന്നുള്ളൊരു രീതിയിലുള്ള ന്യൂസുകളൊക്കെ ആയിരുന്നു രാവിലെ ഒക്കെ കണ്ടിരുന്നത്. പിന്നെയാണ് ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം അല്ലേ രാവിലെ മരിച്ചത്. ഞാൻ ഇന്ന് ഉച്ചക്കാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്, കാരണം ഞാൻ വർക്കിലായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ വിഷമം ഉണ്ടാക്കിയൊരു കാര്യം. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരും അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. കാരണം എല്ലാം കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് നല്ല കോരിച്ചൊരുന്ന മഴയത്ത് ആ വാൻ പോയി ബസ്സിനെ ഇടിക്കുകയും കണ്ടിരുന്നല്ലേ? ഇന്ന് രാവിലെ ഞാനും കണ്ടിരുന്നു കേട്ടോ. ഞാൻ ഏതോ ഒരു ആളുടെ വ്ലോഗിലാന്ന് തോന്നുന്നു ഞാൻ കണ്ടത് അല്ലേ. ഞാൻ ഇവിടെ എണീച്ചിട്ടില്ല, ഉറങ്ങിയാ. അപ്പൊ ജസ്റ്റ് ഞാനങ്ങനെ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടം നടന്നത് ശരിക്കും നമ്മൾ കാണണം. വാന് ഓവർടേക്ക് ചെയ്ത് കയറി വരികയായിരുന്നു. നല്ല മഴ ആയതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മാന്യമായി നല്ലോണം വണ്ടി ഓടിക്കുക റോഡിൽ കൂടി. എൻ്റെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ, കാരണം റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാറാണ്. ഇപ്പൊ 2 മാസമായിട്ട് നമ്മളെടുത്ത് വണ്ടിയില്ല. 2 മാസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനും അതിനും ഇതിനൊക്കെ പുറത്തുനിന്നുള്ള ആളുകളെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. ഇനിയും 1 മാസം കഴിഞ്ഞിട്ടാണ് വണ്ടി സർവീസ് ചെയ്ത് കിട്ടുള്ളൂ. അതിന് 2,26,000 രൂപ നമ്മൾ അടയ്ക്കണം. ഇതുവരെ 1 രൂപ പോലും അടച്ചിട്ടുമില്ല. അതായത് ഏറ്റവും വലിയ രസമുള്ള കാര്യം. ചെറിയൊരു പൈസ, മിന്നുൻ്റെ ഒരു ചെറിയൊരു സ്വർണം വെച്ചിട്ട് ചെറിയൊരു പൈസ അടച്ച്, ആ ഒരു സ്വർണം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞ്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. എന്തായാലും ഇന്നലെ ആ വാർത്ത കേട്ട സമയത്ത് ഒരുപാട് വിഷമം തോന്നി, ഒരുപാട് സങ്കടം തോന്നി. വാഹനം ഓടിക്കുന്ന ആളുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. എന്താ പറയുക, ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യാം, നന്നായിട്ട് ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യാം, നല്ല ഹെൽമെറ്റൊക്കെ വാങ്ങി യൂസ് ചെയ്യാം. അതെ, സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ചെറിയ ബ്ലീഡിങ്ങിലാണ് കൊണ്ടുപോകുന്നത്.
തൃപ്തികരമാണെന്നുള്ള രീതിക്കായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ക്രിട്ടിക്കലാകുകയും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ബുദ്ധിമുട്ടുണ്ടാവുകയും അങ്ങനെ പിന്നെ മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞതിന് രാവിലെ ഞാനൊരു ന്യൂസ് ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ശ്വാസം, അതായത് മൂപ്പൻസിലെ അവിടുത്തെ മെഡിക്കൽസിലെ മെയിനായിട്ടുള്ളൊരു ഡോക്ടർ പറയുന്നൊരു വോയിസ് റെക്കോർഡ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു 11 മണി 12 മണി ആ ഒരു ടൈമിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവൻ പിടിച്ചു നിർത്തിയേക്കാണ് എന്നുള്ള രീതിക്കാണ്. അതായത് വെന്റിലേറ്ററിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് പിന്നെ ജീവനില്ല, മസ്തിഷ്കം മരവിച്ചു പോയി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും പിന്നെ ഒരുപാട് വിഷമമായി. കാരണം ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കിട്ടിയതായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും തിരിച്ചു വന്ന് ഒരു നല്ലൊരു ജീവിതം കിട്ടിയതായിരുന്നു. ആ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥ. അല്ല, ഉരുൾ പൊട്ടിയിട്ട് തന്നെ അധികം ആയിട്ടില്ലല്ലോ അല്ലേ? ഉരുൾ പൊട്ടിയിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ 1.5 മാസമായോ അല്ലേ? 1.5 മാസമായി. 1.5 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാലയളവിലാണ് അവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതും ഒക്കെ. എന്തായാലും അപകടം കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു. വേറൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്ത് കയറി വരികയായിരുന്നു അദ്ദേഹം. ബസ്സല്ല, ബസ് നേരെ വീഡിയോയിൽ കാണുന്നത് ബസ് നേരെ പോകുന്നത് തന്നെയാണ്. പുള്ളി ഓവർടേക്ക് ചെയ്ത് വേറൊരു വണ്ടിയാണ് ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന പോലെയാണ് വാന് കാണുന്നത്. ഇനി എന്തോ സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും അപ്പൊ അവൻ പെൺകുട്ടീൻ്റെ ജീവിതം അല്ലേ, എന്താ പറയാ, ഒരുപാട് വിഷമം, ഒരുപാട് സങ്കടം. നല്ലൊരു ജീവിതം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? എത്രങ്ങാനും സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും, എത്രങ്ങാനും ആഗ്രഹങ്ങൾ ഉണ്ടാവും. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മറവാടി കളഞ്ഞൊരു അവസ്ഥ. ഇൻഷാ അല്ലാഹ്. അപ്പം എന്തായാലും പിന്നെ നബിദിനൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ പിന്നെ നബിദിനം കാര്യങ്ങളൊക്കെ അടുത്ത് വരികയാണ്. അതിൻ്റെ അടുക്ക് ഓണമുണ്ട്. ഇന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടെയും പോകുന്നൊന്നുമില്ല, കാരണം എനിക്ക് വർക്കുണ്ട്. ഫ്രണ്ട്സ് അല്ല, ഇപ്പോൾ തേനിങ്കൽ ഹാർഡ്വെയർ ഞാൻ ആദ്യം വന്ന ഷോപ്പിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചു. അതെന്തായാലും ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം വർക്കുണ്ട്. പണിക്കാരെ വരെ വിടാതെ പിടിച്ച് ഇവിടെ നിർത്തിയിട്ട് വർക്ക് എടുക്കുകയാണ്. അപ്പോൾ പിന്നെ വർക്ക് ഒരു 21-ാം തീയതി വരെ എടുക്കാനുള്ള വർക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം നിർത്തി വെക്കാനുള്ള പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന 2 വർക്കുകളുണ്ട്. ആ 2 വർക്കുകൾ പിന്നെ ഏകദേശം ഫിനിഷ് ആയതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നിർത്തും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടീൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ കാറ് ആക്സിഡൻ്റ് ആയിട്ട് ഇത്രയും ദിവസമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വക്കീൽ വിളിച്ചിട്ട് പറഞ്ഞത് പിന്നെ പേപ്പറുകളെല്ലാം കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി സർവീസ് ചെയ്ത് കിട്ടി അതിൻ്റെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് വക്കീൽ പറഞ്ഞത്. അപ്പോൾ എന്തായാലും പിന്നെ അതൊരു കാര്യമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ 21-ാം തീയതിക്ക് ശേഷം ഒന്ന് നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അറിയാലോ, വണ്ടി ഇല്ലെങ്കിൽ കാറ് മെയിനായിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ അല്ലേ, നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ കാറ് വാങ്ങാനുള്ള മെയിനായിട്ടുള്ള കാരണം അത് മിന്നുവിൻ്റെ ഓട്ടോയും പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ മേടിച്ചതാണ് ആ കാറ്. ബാക്കി അടവ് ഇട്ടിട്ട് അങ്ങനെ അടവൊക്കെ ക്ലോസ് ചെയ്ത് അൽഹംദുലില്ലാ ഒരു കുറിയൊക്കെ കിട്ടി. അടവൊക്കെ ക്ലോസ് ചെയ്ത് പിന്നെ നമ്മുടെ ചാനലിൽ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയൊക്കെ പൈസ വെച്ച് അടവൊക്കെ അടച്ചത് ക്ലോസ് ചെയ്ത് എന്തായാലും ഇപ്പോൾ വണ്ടി ഫ്രീ ആണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പണിയാണ് കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വണ്ടീൻ്റെ പേപ്പർ വെച്ച് പിന്നെ വീട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ മുറ്റം കാര്യങ്ങൾ, ഇവിടെ മണ്ണിടിയുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി ലോണ് അപേക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റുന്നത്. അത് ഞാൻ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡാക്കി നിർത്തിയിട്ട് വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറ്റിയില്ല. അപ്പോൾ കേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. ആവി പോകുന്നുണ്ട് അല്ലേ? ആവി പോകുന്നതാണ് കേട്ടോ. തണുപ്പിൻ്റെ അത്ര തണുപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയ തണുപ്പുണ്ട്. അതിൻ്റെ ശരീരം നല്ല ചൂടാണ്, അതാണ്. നീ എപ്പോഴും തണുത്ത് കുറച്ചും കൊണ്ടല്ലേ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി ഞങ്ങൾ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഇത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിന്നൂസിൻ്റെ ഐനൂസിൻ്റെ പുതിയൊരു ചാനൽ കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ആദ്യം ഉമ്മിയും മോനും ആദ്യം ഞങ്ങൾ
ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു തോളി വ്ളോഗ് എന്നൊരു ചാനൽ ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അക്കൗണ്ട് വെരിഫിക്കേഷനും മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അതായതിനു ശേഷം ഞാൻ നൈസായിട്ട് അത് നൈസായിട്ട് എൻ്റെ അടുത്ത് അങ്ങോട്ട് വാങ്ങി. അതില് ജൈനസിന്റെ കുറച്ച് തമാശകളും കോമഡികളും അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ അതും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ ലിങ്ക് നമുക്ക് കമന്റ് ബോക്സിൽ ഫസ്റ്റ് തന്നെ പിൻ ചെയ്തിട്ടുണ്ട്. പിള്ളേരെ കയറി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുക. ഡിസ്ക്രിപ്ഷനിലും വെക്കാട്ടോ. അപ്പൊ എന്തായാലും ഐനൂസ് എണീച്ചിട്ടില്ല. ഐനൂസ് ഒക്കെ എണീച്ചതിന് ശേഷം മിന്നു നല്ല വീഡിയോ ഒക്കെ എടുക്കൂല. മിന്നോ ഉഷാർ വീഡിയോ ആയിട്ട് മിന്നു വരും. പനിയാണ്, ഇനിയിപ്പൊ എണീറ്റാൽ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. ഇന്നലെ രാത്രി പനിച്ചില്ല എന്നാണ് മിച്ച് പറഞ്ഞത്. പനിച്ച പിന്നെ ആക്ക് ഒരു ഉഷാറുണ്ടാവില്ല, കരച്ചില്ല. ഇന്നലെ രാവിലെ മുതൽ കാണിച്ചു വന്നപ്പോ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞെന്ന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, മരുന്ന് തന്നു, കുഴപ്പമൊന്നുമില്ല. ടെസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറഞ്ഞില്ല. ഇല്ല. അപ്പോ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആളുകളും അതുപോലെ തന്നെ റോട്ടിൽ കൂടെ ഒക്കെ ഇറങ്ങി നടക്കുന്ന ആളുകളും കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. റോട്ടിൽ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് സ്കൂള് മദ്രസയിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു സൈഡിൽ കൂടി നടക്കുക. അതായത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വലത്തെ സൈഡ് കൂടി, ഇങ്ങോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡ് കൂടി നടക്കാൻ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എതിരെ വരുന്ന വണ്ടി കണ്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, മനസ്സിലായേ? അപ്പോൾ മക്കൾക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഏത് നിമിഷം എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. ഇവള് വീൽ ചെയറിലല്ലേ, അവൾക്ക് പിന്നെ വണ്ടി വരുമ്പോ ഇനി ഫ്രണ്ട് കൂടിയല്ലേ പോകുന്നത്. അപ്പൊ ഫ്രണ്ടിൽ വരുന്ന വണ്ടികൾ എനിക്ക് കാണാലോ. ഇനി കൂടുതലും വലത്തെ സൈഡിൽ കൂടെ ആയിരിക്കും പോവല് അല്ലേ? വലത്തെ സൈഡിൽ കൂടെ ആയിരിക്കും പോവല്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴുള്ള വണ്ടി ഇങ്ങോട്ട് വരുന്നത് കാണാം. ഇവളങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് കാണാം. പിന്നെ ബേക്കിലുള്ള വണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണല്ലോ പോവാ. പിന്നെ വലിയൊരു പ്രശ്നമില്ല. തിരിച്ചപ്പുറ സൈഡിൽ കൂടി തന്നെ വരും. അത് സാരല്ല, നീ കുട്ടിയല്ലല്ലോ, നീ തള്ളയല്ല, അപ്പൊ പ്രശ്നമില്ല. അപ്പോ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ എന്തായാലും എനിക്ക് ഏകദേശം പോവാൻ സമയമായിട്ടുണ്ട്. ഇനി മിന്നുവിനെ കുളിപ്പിച്ച് ഫ്രഷായി എന്നിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പൊ അത് കൂടാണ്ട് തന്നെ നമ്മളിവിടെ പള്ളിയിലുള്ള ഉസ്താദിന് ഒരു കല്ല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇന്റർലോക്ക് ഇല്ല, മുറ്റത്ത് വിരിക്കുന്ന സ്റ്റോണ്, അതായത് ബാംഗ്ലൂർ സ്റ്റോൺ, നാച്ചുറൽ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കല്ല്, അലക്ക് കല്ല് കെട്ടാനാണ് പറഞ്ഞത്. അപ്പൊ അതും മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി രാവിലെ എണീച്ചപ്പോൾ ആദ്യം എടുത്ത് വണ്ടിന്റെ മേലെ വെച്ചാണ്. കാരണം എന്താ അറിയാം, നമ്മളോട് ഒരു വേറെ ആര് പിന്നെ ചോദിച്ചാലും നമ്മൾ ലേശം വൈകി കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഒരു ഉസ്താദ് ചോദിച്ച സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദുആ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ, പിന്നെ ഒരു പ്രാർത്ഥന കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് എല്ലാ കാര്യങ്ങളും റെഡി ആയി കിട്ടും. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും ഇനി പറയാനില്ലല്ലോ. ഇല്ലല്ലോ, ഓക്കെ അല്ലേ? ഇന്നലെ ആരോ ഒരു Q&A കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. Q&A ഇതിനു മുമ്പ് നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്ററിലൊന്നും അധികം കമന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് മിന്നൊരു അല്ലേ ഒന്നും കൂടി ഇടാം. അപ്പോൾ എന്തായാലും അതിൽ കയറിയിട്ട് എല്ലാവരും ഞങ്ങളോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള മറുപടി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് പറയുന്നതായിരിക്കും അല്ലേ? ഇൻസ്റ്റാഗ്രാം യൂട്യൂബും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാനാ? അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.